ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് പേരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ അഡിക്ഷൻ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളിൽ നമ്മൾ അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ വഴികളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലരും പറയാറുണ്ട്, ഞാൻ ആർക്കും അഡിക്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, ഞാൻ അങ്ങനെ ആരുടെയും പുറകെ പോകാറൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ അടിമയായിരിക്കും നമ്മൾ എന്നുള്ളതാണ്. അടിമ ഞാൻ ഉദ്ദേശിക്കുന്നത് അഡിക്റ്റഡ് ആവുന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതിന് ഒരു 2-3 പോയിന്റ്സ് ഇന്ന് ഞാൻ പറയാം. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കുക നിങ്ങൾ ഏത് പേഴ്സണാണ് അഡിക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കുറച്ച് നാൾ അവരുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നു, ടെൻഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ അവരെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അവരുമായിട്ട് നല്ല രീതിയിൽ കോൺടാക്ട് ഉണ്ടായിരുന്നു, ഡെയിലി വിളിക്കുമായിരുന്നു, ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടെങ്കിലൊക്കെ നമ്മൾ വിളിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മളെ വിളിക്കുന്നേ ഇല്ല. അപ്പോൾ എന്താണെന്നുള്ളത് കാരണം ഒന്നും അറിയുന്നില്ല. അപ്പോൾ വിളിക്കാണ്ടാവുന്നതോറും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും, എന്തായിരിക്കും വിളിക്കാത്തത്, അല്ലെങ്കിൽ എവിടെയായിരിക്കും എന്നുള്ളത് ടെൻഷനായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം ആ ടെൻഷനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വരുന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ആളുകളോട് നമ്മൾ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇറങ്ങി തിരിക്കും എന്നുള്ളതാണ്, ഇവർക്ക് എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മളെ വിളിക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെ നമ്മൾ കാണാതിരിക്കുമ്പോൾ, മിണ്ടാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു പേടിയും ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം, എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് അറിയണം എന്ന് ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ പേഴ്സൺ അഡിക്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്തിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് നമ്മുടെ ജീവിതം അർപ്പിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അതായത് കുറേ നാൾ നമ്മൾ അവരെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുറേ നാൾ എന്നുള്ളതല്ല, ഇപ്പൊ കുറേ ദിവസം അവർ നമ്മളെ വിളിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ചിന്ത എന്ന് പറയുന്നതൊക്കെ അവരെ കുറിച്ച് തന്നെ ആയിരിക്കും. അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇനിയിപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതം എന്നൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരും. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം അർപ്പിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈനും കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു പേഴ്സൺ അഡിക്റ്റ് തന്നെയാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ്, ഞാൻ ഇയാളുടെ അടുത്ത് കുറേ അങ്ങോട്ട് അടുക്കുന്നുണ്ട്, സോ ഇതൊന്ന് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഒരു ഗെയിം കളിക്കുക. മീൻസ് അങ്ങനെയല്ല, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ അവരെ വിളിക്കാതെ മെസ്സേജ് അയക്കാതെ ഒക്കെ ഇരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുകയാണ് മനസ്സിൽ, ഞാൻ കുറച്ച് ദിവസം ഇവരെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യില്ല, എന്നിട്ട് എനിക്ക് ഓക്കെ ആവാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം യാതൊരു മെസ്സേജ് ഇല്ല, കോളും ഇല്ല, ഒന്നുമില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്തിങ്ങനെ ഇടിക്കുന്നുണ്ടായിരിക്കും. അതായത് എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരുന്നുള്ളതാണ്. വീണ്ടും നമ്മൾ തിരിച്ചാ പേഴ്സൺ അടുത്തേക്ക് തന്നെ പോകും, എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ തന്നെ അങ്ങോട്ട് കാല് പിടിച്ച് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് ദിവസം പോലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് തീരുമാനിച്ചിട്ട് പോലും അതിന് നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പേഴ്സന്റെ വോയിസ് കേൾക്കാതെയോ അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയാതെയോ നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾ ആ പേഴ്സണ് അഡിക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു സംശയമില്ല നിങ്ങൾ ആ പേഴ്സണ് അഡിക്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിലാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അത് കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ അപകടമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് പിന്നീട് അവരില്ലാതെ ജീവിക്കാൻ പറ്റാണ്ടാവും. ഇപ്പോൾ അഥവാ എന്തെങ്കിലും സാഹചര്യവശാൽ അവർ നമ്മളെ വിട്ട് പോവുകയാണ്, അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് അവരെ തീരെ കോൺടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വേറെ രീതിയിലായിരിക്കും. മീൻസ് നിങ്ങളൊരു വിഷമിക്കുന്ന അല്ലെങ്കിൽ ഡിപ്രഷൻ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മുടെ ലൈഫാണ്, അതെല്ലാം ആലോചിച്ച് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് തീരെ കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൗൺസിലറെ മറ്റോ കാണുന്നത് കുറച്ചൊരു ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും ഒരാൾക്ക് അഡിക്റ്റഡ് ആയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ ഒരുപാട് ബാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സ്വയം നിങ്ങൾക്കത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, അങ്ങനെ അല്ലെങ്കിൽ വേറൊരാളുടെ സഹായത്തോട് കൂടിയിട്ടൊന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്